സംസ്ഥാനത്ത് ആശങ്കയുയർത്തി പകർച്ചപ്പനി വ്യാപനം തുടരുന്നു. ഇന്നലെ 8 മരണമാണ് പകർച്ചവ്യാധിയിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. 6 പേർക്ക് ഷിഗല്ല രോഗവും 150 പേർക്ക് ഡെങ്കിപ്പനിയും ഇന്നലെ സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൽ ആരോഗ്യമേഖല പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന വിമർശനവും ഉയരുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളടക്കം പാളിയതാണ് സംസ്ഥാനത്തെ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. വിവിധ പകർച്ചവ്യാധികളിൽ 8 മരണമാണ് ഇന്നലെ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. എലിപ്പനിയിൽ 3 മരണവും ഡെങ്കിപ്പനിയിൽ 2 മരണവും ഇൻഫ്ലുവൻസ, മഞ്ഞപ്പിത്തം, അമേബിക് മസ്തിഷ്ക ജ്വരം എന്നിവയിൽ ഓരോ മരണവുമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 30 പേർക്ക് മഞ്ഞപ്പിത്തവും ഇന്നലെ സ്ഥിരീകരിച്ചു. ആരോഗ്യമന്ത്രിയുടെ ജില്ലയായ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊരു ഭീഷണി ഷിഗല്ല വ്യാപനം മാറ്റമില്ലാതെ തുടരുന്നതാണ്. ഇന്നലെ 6 പുതിയ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. പനിയടക്കമുള്ള രോഗങ്ങൾക്ക് സംസ്ഥാനത്ത് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമാണുള്ളത്. ഇന്നലെ 11,130 പേരാണ് പനിക്കായി ചികിത്സ തേടിയെത്തിയത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ അവതാളത്തിലായതിനു ശേഷമാണ് ഡ്രൈഡേ അടക്കമുള്ള പ്രതിരോധ നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.